എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ നിർണായകമായ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ പൂർണ്ണമായും ഡൗൺലോഡ് ചെയ്തെടുത്തതായി റിപ്പോർട്ട്. മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വീണ്ടെടുക്കുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. മെമ്മറി മൊഡ്യൂൾ വിജയകരമായി ലഭ്യമാക്കാനും സാധിച്ചുവെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മെയ്ഡേ സന്ദേശത്തിനൊപ്പം പൈലറ്റ് അവസാനമായി പറഞ്ഞ കാരണമടക്കം വിശകലനം ചെയ്യുകയാണ് എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സിവിൽ ഏവിയേഷൻ മന്ത്രാലയമാണ് ഇവ രണ്ടും ഡൗൺലോഡ് ചെയ്ത് വിശകലനം ചെയ്യുന്നത്. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷന് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിലാണ് ഡാറ്റ ഡൗൺലോഡ് ചെയ്തത്. അപകടം നടന്ന് 2 ദിവസത്തിന് ശേഷം CVR-ഉം FDR-ഉം വീണ്ടെടുത്തിരുന്നു. പൈലറ്റിന്റെ സംഭാഷണങ്ങൾ ഉൾപ്പെടെ കോക്പിറ്റിൽ നിന്നുള്ള ഓഡിയോ പകർത്തിയ CVR-ഉം FDR-ഉം ചേരുന്നതാണ് ബ്ലാക്ക് ബോക്സ്. വിമാനം അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്തുന്നതിന് നിർണായകമാണ് ഇത്. അടിയന്തര സന്ദേശത്തിൽ ക്യാപ്റ്റൻ സബർവാൾ പറഞ്ഞത് എന്താണ് എന്നാണ് ഏറ്റവും നിർണായകം. മെയ്ഡേ മെയ്ഡേ എന്ന വാക്കുകൾക്ക് ശേഷം പവർ നഷ്ടമായി എന്നാണോ ത്രസ്റ്റ് ഇല്ലെന്നാണോ പൈലറ്റ് വ്യക്തമാക്കിയത് എന്ന് ഇനി കൃത്യമായി അറിയാൻ കഴിയും. ഇതോടെ എഞ്ചിൻ പിഴവാണോ അപകടമുണ്ടാക്കിയത് എന്നും അല്ലെങ്കിൽ മറ്റെന്താണ് കാരണമെന്നും തെളിയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വിമാനാപകടത്തിന്റെ കാരണം എന്തെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയെന്നാണ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. ജൂൺ 12-ന് ഉച്ചയ്ക്ക് 1:30 അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് 7878 ഡ്രീം ലെയർ വിമാനമാണ് 2 കിലോമീറ്റർ അകലെയുള്ള മേഘാനി നഗറിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് തകർന്നു വീണത്. 650 അടി ഉയരത്തിൽ നിന്നാണ് വിമാനം താഴേക്ക് പതിച്ചത്. ATCയുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിന് മുൻപ് പൈലറ്റ് മെയ്ഡേ സന്ദേശം കൈമാറിയിരുന്നു. ഹോസ്റ്റലിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് ഒരു ബോക്സും വിമാനത്തിന്റെ തകർന്ന മറ്റു ഭാഗങ്ങൾക്കിടയിൽ നിന്ന് മറ്റൊരു ബോക്സും വീണ്ടെടുത്തു. കോക്പിറ്റിനുള്ളിലെ സംസാരങ്ങൾ, വിമാന ജീവനക്കാരുടെ പ്രതികരണങ്ങൾ, പശ്ചാത്തലത്തിലെ ശബ്ദങ്ങൾ എന്നിവയാണ് CVR-ൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. FDR-ൽ നിന്നാവട്ടെ വിമാനം അപകടത്തിൽപ്പെടുന്ന സമയത്തെ മർദ്ദം, എയർ സ്പീഡ്, ഫ്ലൈറ്റ് കൺട്രോൾ ഇൻപുട്സ്, എഞ്ചിൻ പെർഫോമൻസ് എന്നിവ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളും ലഭിക്കും. അപകടത്തിൽ ബ്ലാക്ക് ബോക്സിനും തകരാറുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യയിലെ വിദഗ്ധർക്ക് വിവരം ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നും വിവരങ്ങൾ വന്നിരുന്നു. എന്നാൽ ബ്ലാക്ക് ബോക്സ് ഇപ്പോഴും ഇന്ത്യയിലാണ് എന്നും AAIB പരിശോധിക്കുകയാണ് എന്നും സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. അന്വേഷണം പൂർത്തിയാക്കാൻ 3 ദിവസമാണ് AAIBക്ക് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ബോക്സിന്റെ വിശകലനത്തിന് ശേഷം മാത്രമേ വിമാനാപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഒരു വിമാനം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അപകടത്തിൽപ്പെടാം എന്നത് സംബന്ധിച്ച് വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ ദിലീപ് ഡെസ്മണ്ട് സാർ നേരത്തെ നമ്മോടൊപ്പമുള്ള ഒരു ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചിരുന്നു. ആ ഇന്റർവ്യൂ കാണാത്തവർക്കായി ഒരിക്കൽ കൂടി ഞങ്ങൾ ഇവിടെ സംപ്രേഷണം ചെയ്യുകയാണ്. ഓക്കെ, ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട് എയർക്രാഫ്റ്റിൽ. ഒന്ന് DFDR എന്ന് പറയും, ദാറ്റ് ഈസ് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ കമ്പ്യൂട്ടർ. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും ടെയിൽ അറ്റത്താണ്. ഓക്കെ, രണ്ടാമത്തത് കോക്പിറ്റ് വോയിസ് റെക്കോർഡ്, അത് CVR എന്ന് പറയും. അത് കോക്പിറ്റിനകത്ത് നടക്കുന്ന എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യുന്നതാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡ്, ദാറ്റ് ഈസ് CVR. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DFDR. അപ്പോൾ എന്തുകൊണ്ടാണ് DFDR ഏറ്റവും പുറകിൽ ടെയിൽ സെക്ഷനിൽ വെക്കുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ ആ ടെയിൽ ഏരിയയാണ് ഏറ്റവും സേഫ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ DFDR ടെയിൽ ഏരിയയിൽ അവർ വെച്ചിരിക്കുന്നത്. ഈ DFDR ആക്ച്വലി ക്രാഷ് പ്രൂഫ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് എത്ര വലിയ അപകടം വന്നാലും അത് കത്തിപ്പിടിക്കില്ല, അത് എക്സ്പ്ലോഡ് ചെയ്യില്ല. അത് അണ്ടർ വാട്ടറിൽ പോയാൽ, കടലിനടിയിൽ പോയാൽ പ്രഷർ കാരണം അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് DFDR-നുള്ളത്. ടേക്ക് ഓഫ് സമയത്ത് എയർക്രാഫ്റ്റ് ക്രാഷ് ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ടാകാം. ഓക്കെ, ഒന്ന്, ടേക്ക് ഓഫ് സമയത്ത് എഞ്ചിൻ ഫെയിൽ ആവുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാം. ഒരു ബേർഡിറ്റ് ഉണ്ടായി എഞ്ചിൻ ഫെയിൽ ആവാം, അത് എക്സ്റ്റേണൽ സോഴ്സ്. നമ്മൾ പറയുന്നത് ഫോറിൻ ഒബ്ജക്റ്റ് ഡാമേജ്. ഓക്കെ, ഒരു ഫോറിൻ ഒബ്ജക്റ്റ്, എന്ത് ഒബ്ജക്റ്റ് ആയാലും. ഓക്കെ, ചിലപ്പോൾ ഒരു പ്രീവിയസിൽ പോയ ഒരു പറന്ന് വരുന്ന എയർക്രാഫ്റ്റിൻ്റെ ഒരു പാനൽ
ഓക്കെ, അത് തറയിൽ വീണോ അത് എയറിൽ നിന്നോ വന്ന് നമ്മുടെ എയർക്രാഫ്റ്റിനകത്ത് ഇത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു 2 എഞ്ചിൻ ഫെയിലിയർ, ബേർഡ് ഹിറ്റ്സ്, ഓക്കെ, പൈലറ്റ് എറർ. ഓക്കെ, പൈലറ്റ് എററും കാരണവും എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാം. അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു, എനിക്ക് ഇയർ കൃത്യമായ ഓർമ്മയില്ല, ബാംഗ്ലൂരിൽ നടന്നതാണ് ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ആവറോയുടെ ക്രാഷ്. ഓക്കെ, അപ്പം ഇവർ ഒരു ആവറോ യലാങ്ക എയർബേസ് ആണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് പറന്നുയർന്നു. അപ്പം അവർക്ക് പറന്നുയർന്ന ഉടനെ അവർക്ക് ഒരു എഞ്ചിൻ ഫെയിലായി. അപ്പോൾ ആ ഒരു ഫെയിലായ എഞ്ചിനെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പം ബൈ മിസ്റ്റേക്ക് ആ കോ പൈലറ്റ് ഫെയിലായ എഞ്ചിന് പകരം ലൈവ് എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്തു. ആ എയർക്രാഫ്റ്റ് ക്രാഷായി. അപ്പം അതൊരു പൈലറ്റ് എററായിട്ട് ഉള്ളത്. പക്ഷെ ആ സംഭവത്തിന് ശേഷം എല്ലാ എയർലൈൻസിലും ഒരു വളരെ വളരെ ഇതായിട്ട് ലോജിക്കലായിട്ടുള്ള ഒരു സീക്വൻസ്, ഓക്കെ, കാരണം ഇനി ഒരു സംഭവം ഇനി നടക്കരുത്. ഓക്കെ, ഒരു എഞ്ചിൻ ഫെയിലാണെങ്കിൽ റോങ് എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്യരുത്. അതിന് പകരം ഒരു നല്ലൊരു പ്രൊസീജിയർ ഉണ്ടാക്കി ആ പ്രൊസീജിയേഴ്സ് എല്ലാ പൈലറ്റ്സും സിമുലേറ്റർ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് 5 or 6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള കൺട്രോൾ ഫെയിലിയർ, ഒരു കൺട്രോൾ ഫെയിലിയർ വരികയാണെങ്കിൽ പോലും എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാം. ഈ ലാൻഡിംഗ് ഗിയർ കൃത്യമായിട്ട് ഉയർത്താൻ പറ്റാത്തത് കൊണ്ട് അപകടമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലാൻഡിംഗ് ഗിയർ ഉയർത്താൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? ലാൻഡിംഗ് ഗിയർ ഉയർത്താൻ എന്തുകൊണ്ട് ഈ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വേറെ എയർക്രാഫ്റ്റ് ആയാലും ലാൻഡിംഗ് ഗിയർ ഉയർത്താൻ പറ്റാത്തതെന്നുള്ളതിന് 2-3 ആൻസേഴ്സ് ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ പലരും പല പൈലറ്റ്സ് പോലും ആൻസർ ചെയ്യുന്ന കൂട്ടത്തിൽ കറക്റ്റായ ഒരു ആൻസറാണ് കൊടുത്തതെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഒരു ആൻസർ എല്ലാവരും പറയുന്നുണ്ട്. അത് ലാൻഡിംഗ് ഗിയർ, ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നത് ലാൻഡിംഗ് ഗിയർ ആണ് ഉയർത്തുന്നത്. ഒരു ബോയിങ് 777 അല്ലെങ്കിൽ 787 എന്ന എയർക്രാഫ്റ്റിൽ അത് മിക്കവാറും നടക്കുന്നത് 50 അടി ടു 100 അടി ഉയരത്തിലാണ്. നമ്മൾ ടേക്ക് ഓഫ് ചെയ്താൽ ഉടനെ ഏറ്റവും ആദ്യം കോ പൈലറ്റിൻ്റെ കോൾ ഇതാണ്, പോസിറ്റീവ് റേറ്റ്. പോസിറ്റീവ് റേറ്റ് എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റ് പോസിറ്റീവായിട്ട് ക്ലൈം ചെയ്യുന്നു. അപ്പോൾ ക്യാപ്റ്റൻ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പൈലറ്റ് ഫ്ലൈയിങ്, ഓക്കെ, പൈലറ്റ് ഫ്ലൈയിങ് വിൽ സേ ഗിയർ അപ്പ്. സോ ആ ഗിയർ നമ്മുടെ കോ പൈലറ്റ് അല്ലെങ്കിൽ പൈലറ്റ് മോണിറ്ററിങ്, ഓക്കെ, ഇപ്പം അത് തിരിച്ചും ആവാം. ഓക്കെ, കോ പൈലറ്റ് ആയിരിക്കാം പൈലറ്റ് ഫ്ലൈയിങ്, ക്യാപ്റ്റൻ ആയിരിക്കാം പൈലറ്റ് മോണിറ്ററിങ്. അത് ഡിസൈഡ് ചെയ്യുന്നത് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റന് കോ പൈലറ്റ് കൊണ്ട് ഫ്ലൈയിങ് കൊടുക്കാനുള്ള ഒരു എന്താ പറയുന്നത്, കോ പൈലറ്റ് ഫ്ലൈ ചെയ്യട്ടെ എന്ന് പല ക്യാപ്റ്റൻസ് വിചാരിക്കും. കോ പൈലറ്റ് പ്രാക്ടീസ് കൊടുക്കണം, അദ്ദേഹം ഫ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ കോ പൈലറ്റിനെ കൊണ്ട് ഫ്ലൈ ചെയ്യിപ്പിക്കും. അതില്ല, ഈ കോ പൈലറ്റിന് അതിനുള്ള ഇതില്ല, ഞാൻ തന്നെ ഫ്ലൈ ചെയ്താലേ സേഫ് ആയിരിക്കുള്ളൂ എന്ന് തോന്നുവാണെങ്കിൽ ക്യാപ്റ്റൻ ചെയ്യും. അതേപോലെ കുറച്ച് അവേഴ്സും വേണം. ഇത്രയും ഒരു ക്യാപ്റ്റൻ്റെ ഒരു കോ പൈലറ്റിന് ഫ്ലൈങ് കൊടുക്കണമെങ്കിൽ ആ കോ പൈലറ്റിന് കുറച്ച് അവേഴ്സ് വേണം. അദ്ദേഹം ഒരു സിമുലേറ്റർ ഇതിൽ ട്രെയിനും ആയിരിക്കണം, ഇൻഡിവിജ്വൽ ഇത് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത്. അതേപോലെ ക്യാപ്റ്റനും ഫ്ലൈങ് കൊടുക്കണമെങ്കിൽ ക്യാപ്റ്റനും അതിനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഈ ക്യാപ്റ്റൻ ക്ലിയർ ആണ് കോ പൈലറ്റിന് ഫ്ലൈങ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഗിയർ, എന്തുകൊണ്ട് ഗിയർ പുറത്ത് പോയില്ല, അതാണ് നമ്മുടെ ഇതായിട്ട് ചോദ്യം. ഒന്നാമത്തേത്, ആ സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ബേർഡ് ഹിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിൻ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോയ്സ് ആവാം. എയർക്രാഫ്റ്റിന് എന്തെങ്കിലും ഒരു ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ ഗിയർ പൊക്കാനുള്ള ഇത് വിട്ടുപോയി. ഓക്കെ, പിന്നെ ബാക്കി പല കാര്യങ്ങളും നടന്നു, അതിൻ്റെ കോൺസിക്വൻസ് ബാക്കി കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അവർക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതൊരു കാരണമായിരിക്കാം എന്തുകൊണ്ട് പൈലറ്റ്സ് ഗിയർ പൊക്കിയില്ല എന്നുള്ളത്. രണ്ടാമത്തത് മെയിൻ ഒരു കാര്യം, അത് പലരും വിട്ടുപോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, MEL എന്ന ഒരു വാക്ക്, അത് മിനിമം എക്യുപ്മെൻറ്റ് ലിസ്റ്റ്. ഈ MEL
നമുക്ക് പല കാരണങ്ങളും പല റീസണും കാണാം. എക്യുപ്മെൻറ്റ്സ് പിന്നെ സർവീസബിൾ അല്ല, പക്ഷേ നമുക്ക് ഫ്ലൈ ചെയ്യാം, സേഫായിട്ട് ഫ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, ഓപ്പറേഷണൽ കാര്യങ്ങൾ. MEL എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്സ്, ഈ എക്യുപ്മെൻറ്റ് അൺസർവീസബിൾ ആണെങ്കിൽ എനിക്ക് ഫ്ലൈ ചെയ്യാം. പക്ഷേ ഫ്ലൈ ചെയ്യുമ്പോൾ ഓപ്പറേഷണലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന് DDG എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡിഫക്റ്റ് ഡീവിയേഷൻ ഗൈഡ്. ഓക്കെ, ഈ സാധനം ഡിഫക്റ്റ് ആണെങ്കിൽ ഓപ്പറേഷനിൽ നമ്മൾ പൈലറ്റുമാർ എന്തൊക്കെ ചെയ്യണം. അപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ബ്രേക്സ് എന്ന് പറയുന്ന ഒറ്റ ബ്രേക്ക് അല്ല, ഒരു വീലിൽ പല പല ബ്രേക്കുകൾ ഉണ്ട്, പല പല സെൻസേഴ്സ് ഉണ്ട്. ചില സമയത്ത് ഈ സെൻസേഴ്സ് പിന്നെ അൺസർവീസബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് ഈ ബ്രേക്കിൻ്റെ ചെറിയൊരു അൺസർവീസബിൾ ആയിരിക്കാം. പക്ഷെ എന്ന് പറഞ്ഞാലും എയർക്രാഫ്റ്റ് അൺസർവീസബിൾ അല്ല, എയർക്രാഫ്റ്റിന് ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ചില സമയത്ത് നമ്മുടെ ബ്രേക്ക് ചൂടാകും. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട്, BTMS എന്ന് പറയും, ബ്രേക്ക് ടെമ്പറേച്ചർ മോണിറ്ററിങ് സിസ്റ്റം. അപ്പം അത് ഓരോ ബ്രേക്സിൻ്റെയും സെൻസേഴ്സിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സിനും എല്ലാം ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പോൾ ചില സമയത്ത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ, ഇപ്പം ഇദ്ദേഹം ഈ എയർക്രാഫ്റ്റ് തന്നെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ വന്നു, നല്ല ചൂടായിരുന്നു. ഇപ്പം അത് ഫ്ലൈ ചെയ്യുന്ന പ്രീവിയസ് പൈലറ്റ്സ് കുറച്ച് ഹാർഷായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ഒരാവശ്യം വരികയാണെങ്കിൽ ഈ ടെമ്പറേച്ചേഴ്സ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പം അത് അത്ര പെട്ടെന്ന് ഈ ടെമ്പറേച്ചേഴ്സ് കൂളാവത്തില്ല. അപ്പോൾ ചില സമയത്ത് 4 മണിക്കൂർ വരെ എടുക്കും. ഓക്കെ, അത് കൂളാൻ വേണ്ടി. പക്ഷേ എയർക്രാഫ്റ്റിന് 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവർ വെള്ളമൊക്കെ ഇട്ട് ഇത്തിരി ഒന്ന് തണുപ്പിക്കും. ഓക്കെ, അത് ഉടനെ എടുത്ത് വെള്ളം ഇടാനും പറ്റത്തില്ല. അത് ടെക്നിക്കലായിട്ട് എഞ്ചിനീയേഴ്സ് അതിൻ്റെ റിപ്പയർ അതിനുള്ള ഇത് ചെയ്യും. ഇതെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് MEL സമയത്ത് ചിലപ്പോൾ ഇത് പറയും, ഈ ഡിഫക്റ്റ് ഡീവിയേഷൻ ഗൈഡ് എന്നുള്ളത് നമ്മുടെ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ് അവർ പറയും, ഈ എയർക്രാഫ്റ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ 2-3 മിനിറ്റ് ഗിയർ താഴെ തന്നെ ഇട്ടിരിക്കണം. ഓക്കെ, അപ്പം ഇതെല്ലാം പൈലറ്റുമാരെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. അപ്പോൾ പൈലറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഫ് ചെയ്ത്, ഓക്കെ, നമ്മൾ ഇന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഗിയർ താഴെ കിടക്കണം. എനിക്ക് പേഴ്സണലായിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, ഒന്ന് MEL പറയുന്നത് കൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ DDG പറയുന്നത് കൊണ്ട് ചെയ്തു. ഓക്കെ, ഈ ഗിയർ താഴെ തന്നെ 2 മിനിറ്റോ 3 മണിക്കൂറോ ഇട്ടേക്കണം. അത് ഗിയറിനൊരു ലിമിറ്റ് സ്പീഡുണ്ട്. ആ സമയത്ത് നമ്മൾ ആ സ്പീഡ് കൺട്രോൾ ചെയ്യും. അപ്പം ഈ സാധാരണ 777 അല്ലെങ്കിൽ 787 സ്പീഡ് ഒരു 270 നോട്ടിക്കൽ മൈൽസ് സ്പീഡാണ്. ഓക്കെ, അതാണ് ഗിയർ താഴെയിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള സ്പീഡ്. പക്ഷേ അതിന് മുമ്പേ നമുക്ക് ഫ്ലാപ്സ് റിട്രാക്ട് ചെയ്യണം. ഓക്കെ, അതിനും സ്പീഡ് ലിമിറ്റ്സ് ഉണ്ട്. അത് ഇതിനെക്കാട്ടിയും കുറവാണ്, 240 ആണ് 777 മാക്സിമം സ്പീഡ് ഫ്ലാപ്പ് വെച്ച് ഫ്ലൈ ചെയ്യാനുള്ളത്. അപ്പം ചില സമയത്ത് ഫ്ലാപ്സ് നമുക്ക് ഗിയർ പൊക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനെല്ലാം സേഫ് ആയിട്ടുള്ള ഹൈറ്റ് ഉണ്ട്. നമ്മൾ ആരും ഉടനെ ഫ്ലാപ്പ് ഉടനെ 200 ഫീറ്റിലോ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ കണ്ടീഷൻസ്, ഒന്ന് ബ്രേക്ക് ടെമ്പറേച്ചർ കൂടിയോണ്ട് പൈലറ്റ്സ് തന്നെ വിചാരിച്ച് വേണം ഗിയർ താഴെയിട്ട് ഫ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MEL പറയുന്നത് കൊണ്ട് പൈലറ്റ്സ് വിചാരിച്ച് വേണം ഗിയർ താഴെയിട്ട് ഫ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഗിയർ താഴെ കിടക്കുന്നത് കൊണ്ട് ഒരു വലിയ പ്രശ്നമല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അഥവാ ഗിയർ താഴെ കിടന്ന് ഒരു എഞ്ചിൻ ആയാൽ പോലും എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിന് അത്രയും പവർ ഉണ്ട് ഈ എയർക്രാഫ്റ്റിനെ പൊക്കിക്കൊണ്ട് പോയി സേഫായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാനുള്ളത്. ഈ ദുരന്തത്തിൽപ്പെട്ട വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റ് അഹമ്മദാബാദിലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോൾ നൽകിയിരുന്നു. പിന്നാലെയാണ് വിമാനം തകർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് മെയ്ഡേ കോൾ നൽകുക? ഓക്കെ, മെയ്ഡേ കോൾ എന്ന് പറയുന്നത് ആക്ച്വലി പൈലറ്റ്സ് ഈ എയർക്രാഫ്റ്റ് ഒരു ഇമിനൻറ്റ് ഡേഞ്ചറിലാണ്, ആ ഒരു സമയത്താണ് മെയ്ഡേ കോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലിയർ ഈ 777 അല്ലെങ്കിൽ 787 അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ഇപ്പോൾ ഉള്ള 320, 737 ഒരു എഞ്ചിൻ ഫെയിലിയർ ഒരു മെയ്ഡേ കോൾ കൊടുക്കുന്ന സന്ദർഭമല്ല. ഒരു എഞ്ചിൻ ഫെയിലായാൽ നമ്മൾ പാൻ കോൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, പാൻ കോൾ എന്ന് പറയും അതിന്. മെയ്ഡേ കോൾ കൊടുക്കുന്നത് ഒരു എഞ്ചിൻ ഫയർ അല്ലെങ്കിൽ എഞ്ചിൻ സീസർ. ഓക്കെ, എഞ്ചിൻ സീസർ എന്ന് പറയുന്നത് അത് ഫയർ ഹസാർഡാണ്. ആ എഞ്ചിൻ സീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഫയർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെല്ലാം ആക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലായാൽ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ സീസ് ആയാൽ ഒരു എഞ്ചിൻ ഫയർ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതേപോലെ ഈ ചെക്ക് ലിസ്റ്റിൻ്റെ കൂടെ മെമ്മറി ഐറ്റംസും ഉണ്ട്.
മെമ്മറി ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സമയമില്ല, ഈ ഐറ്റംസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതെല്ലാം പൈലറ്റ്സ് എപ്പോഴും അറിഞ്ഞിരിക്കണം. പിന്നെ അതിലൊരു തെറ്റും അവർക്ക് വരാൻ പാടില്ല. അപ്പോൾ എഞ്ചിൻ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു വരികയാണെങ്കിൽ അതിനകത്ത് മെമ്മറി ഐറ്റംസ് ഒന്നുമില്ല. അത് നമ്മൾ പതുക്കെ പിന്നെ 1000 ഫീറ്റ് എത്തി കഴിഞ്ഞാൽ മാത്രമേ ആക്ഷൻ ചെയ്യുകയുള്ളൂ. ഓക്കെ, പക്ഷേ എഞ്ചിൻ സീസർ, ഓക്കെ, അല്ലെങ്കിൽ എഞ്ചിൻ ഫയർ, ഈ രണ്ട് കേസിൽ നമുക്ക് മെമ്മറി ഐറ്റംസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് എല്ലാം വളരെ കോർഡിനേഷൻ കൂടിയാണ് ചെയ്യുന്നത്. അതും നമ്മൾ 400 അടി കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതുവരെ നമ്മളൊന്നും ചെയ്യില്ല എയർക്രാഫ്റ്റിനകത്ത്. നമ്മൾ വെറുതെ പറന്ന് ഈ ഗിയർ മാത്രം അപ്പ് ചെയ്യും. ഇപ്പോൾ ഗിയർ അപ്പ് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ ആ ഗിയർ ഇട്ട് ഫ്ലൈ ചെയ്ത് എയർക്രാഫ്റ്റ് പൊങ്ങി 400 അടി കഴിയുമ്പോൾ മാത്രമേ എന്താണ് ഈ എയർക്രാഫ്റ്റിനകത്ത് ഉണ്ടായത് അത് ഉടനെ നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ആദ്യം പൈലറ്റും കോ പൈലറ്റുമായിട്ട് ഡിസൈഡ് ചെയ്യും എന്താണ് ഈ എയർക്രാഫ്റ്റിനെ പറ്റിയത്. എഞ്ചിൻ സീസർ ആണോ, എഞ്ചിൻ ഫയർ ആണോ, എഞ്ചിൻ ഫെയിലിയർ ആണോ എന്നുള്ളത്. കാരണം എല്ലാത്തിനും ഡിഫറെൻറ്റ് ആക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ 400 അടി കഴിഞ്ഞ് ആദ്യം നമ്മൾ എന്താണ് എയർക്രാഫ്റ്റിൽ നടന്നത് എന്ന് തന്നെ ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു ഇതാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് നമ്മൾ എഞ്ചിൻ ഫെയിലിയർ ആണോ എഞ്ചിൻ സീസർ ആണോ എന്ന് അറിയുന്നത്, അതുപോലും ഞാൻ വിവരിക്കാം. എഞ്ചിൻ ഫെയിൽ എന്ന് പറയുകയാണെങ്കിൽ ആ എഞ്ചിൻ വിൻമില്ലിങ് ചെയ്യും. അപ്പോൾ ആ എഞ്ചിൻ്റെ RPM എന്ന് പറയുന്നത് നമ്മുടെ ഫാൻ ബ്ലേഡിൻ്റെ RPM, അത് N1 ആണോ ഫാൻ ബ്ലേഡ്, N2 ആണോ ഫാൻ ബ്ലേഡ്, രണ്ടിൻ്റെയും RPM നോക്കും. ആ RPM വിൻമില്ലിങ് ചെയ്യണം. സാധാരണ വിൻമില്ലിങ് എന്നത് അപ്രോക്സിമേറ്റ്ലി 12 to 16 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഈ എഞ്ചിൻ്റെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ് സിറ്റുവേഷൻ എങ്കിൽ ഈ എഞ്ചിൻ ഫെയിൽ ആണെന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതേസമയം ഈ എഞ്ചിൻ സീസർ എന്ന് പറയുന്നത് എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ എന്തോ ഫ്രിക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ആ ഫ്രിക്ഷൻ കാരണം എഞ്ചിൻ സീസായി. എഞ്ചിൻ സീസായ സമയത്ത് ഈ എഞ്ചിൻ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തേ പറ്റുള്ളൂ. ഈ എഞ്ചിനെ കറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്, കാരണം അതൊരു ഫയർ ഹസാർഡാണ്. അതേപോലെ ഫ്യൂവലും എഞ്ചിന് വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതും ഒരു ഫ്യൂവൽ ഫയർ ഹസാർഡാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് എയർക്രാഫ്റ്റ് മിക്കവാറും 400 അടിയിൽ നിന്നും 600 700 അടി ആയിട്ടുണ്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഡിസൈഡ് ചെയ്യണം ഈ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്ഷൻസ് തുടങ്ങുന്നത്. അതും കോർഡിനേറ്റഡ് ആക്ഷൻസ് ആണ്. ആദ്യം പൈലറ്റ് പറയും ഇന്ന സാധനം കൺഫേം ചെയ്യൂ. ഓക്കെ, ഇപ്പോൾ പൈലറ്റ് ഫ്ലൈയിങ് പറയും യെസ് കൺഫേംഡ്, ഓഫ്, അത് ഓഫ് ചെയ്യും. രണ്ടാമത്തത് ഓക്കെ ത്രസ്റ്റ് ലിവർ, ഓക്കെ ത്രസ്റ്റ് ലിവർ റൈറ്റ്, അപ്പോൾ ഈ റൈറ്റ് എഞ്ചിനാണ് സീസായെങ്കിൽ ത്രസ്റ്റ് ലിവർ റൈറ്റ് കൺഫേം, ഓക്കെ എന്ന് പറഞ്ഞ് അത് തൊടും. അദ്ദേഹം ഉടനെ പിടിച്ച് വലിക്കില്ല. പൈലറ്റ് ഫ്ലൈയിങ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയണം ഐഡിൽ. അങ്ങനെ ആ സമയത്ത് മാത്രമേ ഇദ്ദേഹം അതിനെ പിടിച്ച് താഴോട്ട് ആക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1000 ഫീറ്റിലോട്ട് എത്തും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഫ്ലാപ്പ് റിട്രാക്ഷനും എല്ലാം നടക്കുന്നത്. ഇതിനിടെ സമയത്ത് ATC അറിയിക്കും പൈലറ്റ്. ഓക്കെ, ഈ സംഭവം വളരെ എന്താ പറയേണ്ടത്, വളരെ പെട്ടെന്നാണ് നടന്നത്. അപ്രോക്സിമേറ്റ്ലി 400 ഫീറ്റ് ഹൈറ്റിൽ ആയപ്പോൾ തന്നെ ഇത് താഴോട്ട് പോകാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പോകാൻ തുടങ്ങിയത് നമുക്കറിയില്ല. നമുക്ക് ഒരു ഊഹമേ ഉള്ളൂ 2 എഞ്ചിനും ഫെയിൽ ആയത്. ഇനി എന്തുകൊണ്ട് 2 എഞ്ചിൻ ഫെയിൽ ആകാൻ ചാൻസ് ഉള്ളത് അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഒരു എയർക്രാഫ്റ്റിൻ്റെ 2 എഞ്ചിൻ എങ്ങനെ ഫെയിൽ ആകും ഒരേ സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഫോറിൻ ഒബ്ജക്റ്റ് ഡാമേജ് കാരണം ഫെയിൽ ആവാം. രണ്ടാമത്തത് ഫ്യൂവൽ കണ്ടാമിനേഷൻ ആകാം. മൂന്നാമത്തത് ഫ്യൂവൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്ത് ഇട്ടാവാം. എന്തുകൊണ്ട് കട്ട് ഓഫ് ചെയ്യുന്നു? ഓക്കെ, അപ്പം ഈ എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവൽ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്. ഓക്കെ, അതിന് ഫാഡാക് എന്ന് പറയും. ഓക്കെ, ഈ ഫാഡാക് കമ്പ്യൂട്ടർ ഫാഡാക്കിൻ്റെ ഫുൾ ഫോം ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ അവർ കമ്പ്യൂട്ടർ. അപ്പം ഈ ഫാഡാക് എന്ന് പറയുന്നത് ഒരു വളരെ ഇൻ്റലിജൻറ്റ് സിസ്റ്റമാണ്. അത് ചില കാരണങ്ങൾ അത് സെൻസ് ചെയ്താൽ ഇത് എയർക്രാഫ്റ്റിന് ഡേഞ്ചർ ആണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പൈലറ്റിനെ ഓവർ റൈഡ് ചെയ്ത് ഈ എഞ്ചിൻ കട്ട് ഓഫ് ചെയ്യാനുള്ള കഴിവ് ഈ ഫാഡക്കിനുണ്ട്. പക്ഷേ ആ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോജിക്ക് ബോയിങ് കമ്പനി കൊടുത്തതെന്നുള്ളൊരു ഇത് എനിക്ക് ഇത്തിരി ഇതാണ്. ചിലപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കാം. പക്ഷേ
അത് ചില സമയത്ത് ഡേഞ്ചറസ് ആവാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു കാര്യം അറിയാം, കഴിഞ്ഞ 737 മാക്സ് എയർക്രാഫ്റ്റിൻ്റെ ക്രാഷ്, ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു, അത് ഇന്തോനേഷ്യയിൽ നടന്ന മാക്സ് എയർക്രാഫ്റ്റിൻ്റെ ക്രാഷും അത് കഴിഞ്ഞ് നമ്മൾ നടന്ന ഇത്യോപ്യൻ എയർലൈൻസിൽ 737 മാക്സ് എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തതും ഒരു സോഫ്റ്റ്വെയർ ഇതായിരുന്നു. അത് ബോയിങ് കമ്പനി ചെയ്ത ഒരു തെറ്റായ ഒരു ലോജിക്ക് ചെയ്തത് കൊണ്ടാണ് ആ എയർക്രാഫ്റ്റ് ക്രാഷ് ആയത്. പക്ഷേ ആദ്യത്തെ സമയത്ത് അത് പൈലറ്റ് എററായിട്ട് അവർ സ്ഥിരീകരിച്ചു. രണ്ടാമത്തെ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തപ്പോഴാണ് ഇത് എന്തോ സീരിയസ് ആയിട്ടുള്ള ട്രബിൾ ഉണ്ടെന്ന് കമ്പനി കണ്ടുപിടിച്ച് പിന്നെ കംപ്ലീറ്റ് റെക്ടിഫൈ ചെയ്തത്. അപ്പം അതുപോലെ ഈ ഫാഡക് എന്ന ഫ്യൂവൽ കൺട്രോൾ ആക്ച്വലി അത് രണ്ട് കാരണം. ഒന്ന്, അത് കമ്പ്യൂട്ടറും പിന്നെ അതിനകത്ത് ഫ്യൂവൽ കൺട്രോൾ യൂണിറ്റും ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് 777 അല്ലെങ്കിൽ 787 ഉള്ളത്.